ഈ പ്രകാശ സംശ്ലേഷണം സംഭവിക്കണമെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം. എന്നാൽ അഹരോൻ പറയുകയാണ്, ഇപ്പോൾ സാഹചര്യം അഹരോനെതിരാണ്. രാത്രികാലമാണ്, സൂര്യൻ്റെ രശ്മി യാതൊന്നും തന്നെ അടിക്കുന്നതുമില്ല. അതിന് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. സമയത്തെയും കാലഘട്ടങ്ങളെയും നിയന്ത്രിക്കുന്നവനായ സൂര്യൻ തനിക്കെതിരാണ് ഇപ്പോൾ ചലിക്കുന്നത്. ഞാൻ നെറ്റിലൊന്ന് അടിച്ചൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കാനിടയായത്. നെറ്റിലടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ബദാം വൃക്ഷം തളിർത്ത്, ഇന്ത്യയിലുള്ള ബദാം വൃക്ഷം തളിർത്ത് പൂത്ത് ഫലം കായ്ക്കണമെങ്കിൽ, നല്ല രീതിയിൽ ഫലം കായ്ക്കണമെങ്കിൽ ഏകദേശം 4 മുതൽ 6 വർഷം വരെ വേണം. ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ സംഭവിക്കണമെങ്കിൽ ഏകദേശം കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് സൂര്യപ്രകാശം അടിക്കണം. എന്നാൽ ഇവിടെ സാഹചര്യം അഹരോനെതിരാണ്, സമയം അവന് എതിരാണ്. സാഹചര്യവും സമയവും അവന് എതിരായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ അനുകൂലമായി ഒരു കരം വെളിപ്പെടാനിടയായി തീർന്നു. സ്തോത്രം. നോക്ക് അഹ്റോനോട് നിങ്ങൾ പറയണം, അഹ്റോനോട് നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കാണുമ്പോൾ അഹ്റോനോട് പറഞ്ഞാൽ, അഹ്റോനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ബദാം വൃക്ഷം തളിർത്ത് പൂത്ത് ഫലം കായ്ക്കണമെങ്കിൽ 4 മുതൽ 6 വർഷം വരെ വേണം. അതിന് 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം ഉണ്ടായാൽ ബദാം വൃക്ഷം തളിർത്ത് പൂത്ത് ഫലം കായ്ക്കത്തുള്ളൂ. അഹ്റോൻ പറയാം, മക്കളെ, അത് മടക്കി കൈ വെച്ചോ, അത് നിങ്ങളുടെ ശാസ്ത്രം പറയുന്നതാണ്. എൻ്റെ ദൈവത്തിനൊരു ശാസ്ത്രമുണ്ട്. എനിക്ക് 4 മുതൽ 6 വർഷം വരെ വേണ്ട, ഒറ്റ രാത്രി മതി.